ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രബുദ്ധരായ കേരളത്തിലെ ഓരോ വീട്ടിലെയും അമ്മ, ഉമ്മ, പെങ്ങന്മാരെ, ഭർത്താക്കന്മാരെ, കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ഈ യാത്രയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളും വളരെ മനോഹരമായിരിക്കും. നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പ് വിടർന്നു നിൽക്കുന്ന മലയോര വനപ്രദേശങ്ങളും കോടയും കോടമഞ്ഞും, അതുപോലെ റോഡരികിലെ വന്യജീവികളുടെ സാന്നിധ്യങ്ങളും നിങ്ങൾക്ക് ഈ യാത്രയിൽ കാണാൻ കഴിഞ്ഞേക്കാം. അത്തരമൊരു കാട്ടുപോത്താണിത്. പകൽ സമയങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ഈ അവസരം ലഭിക്കും. അതുപോലെ മനോഹരമായൊരു കളർഫുൾ പാലം. ഈ പാലത്തിനേക്കാൾ മനോഹരം ഈ പാലത്തിൻ്റെ മറുവശത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ചയാണ്. ഈ യാത്രയിൽ അനാൻ ഷാ അതുപോലെ ഷജു കുറുപ്പും നമ്മളെ അഭിവാദ്യം ചെയ്ത് ഇങ്ങനെ താമരശ്ശേരി ചുരത്തിൻ്റെ സൈഡിലായിട്ടുണ്ട്. അതുപോലെ ഒരു റെസ്റ്റോറൻ്റ് അരികിലായിട്ടുള്ളൊരു ചെറിയ വാട്ടർഫാളാണിത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതൊരു വെള്ളക്കൊട്ടാരമാണ്. താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിൽ നിന്ന് ചെറിയൊരു വെള്ളക്കൊട്ടാരം ദൂരെയായിട്ട് ഇങ്ങനെ കാണാൻ കഴിയും. ഇത് എന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. വളരെ ബ്യൂട്ടിഫുള്ളാണ്. താജ്മഹലിനെ ഓർമ്മിക്കുന്ന രീതിയിലാണ് ഈ ഒരു സമുച്ചയം നിലനിൽക്കുന്നത്. അങ്ങനെ കാടും വീടും നിറഞ്ഞ പല ഇരുട്ടുവഴികളിലൂടെ നമ്മൾ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 50 രൂപ ടിക്കറ്റ് എടുത്ത് അങ്ങനെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. സത്യം പറയാൻ ഞാൻ ഒരുപാട് പ്രതീക്ഷകളിലാണ് ഇവിടേക്ക് എത്തിയത്. ആ പ്രതീക്ഷകൾക്ക് മാത്രം ഒന്നും ഇവിടെ ഇല്ല. വളരെ ഇൻഎഫിഷ്യൻ്റായിട്ട് ഓർഗനൈസ് ചെയ്തൊരു വാട്ടർഫാളാണ്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നേച്ചർ നമുക്ക് പ്രകൃതി നൽകി. പക്ഷേ അതിനെ നമ്മുടെ വനം വകുപ്പും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരും കാര്യക്ഷമമായി ഉപയോഗിച്ചില്ല. ഇത്രയും മനോഹരമായ ഒരു ഭൂപ്രകൃതിയെ ഇതിലും നന്നായി ഉപയോഗപ്പെടുത്തേണ്ടതായിരുന്നു. ഇത്രയും മനോഹരമായ ഈ ഭൂപ്രകൃതിയെ സഞ്ചാരികളെ ആകർഷമാക്കുന്ന കൗതുകങ്ങളും കാഴ്ചകളും അഡ്വഞ്ചറുകളും റൈഡുകളും അങ്ങനെ വൃത്തിയും ശുചിത്വവുമുള്ള വിനോദസഞ്ചാര മേഖലയെ വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു ഭൂപ്രദേശമായി ഈ തുഷാരഗിരി വെള്ളച്ചാട്ടം മാറിയേനെ. വ്യത്യസ്തങ്ങളായ ധാരാളം മരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടം. അത്തരത്തിലുള്ളൊരു മരമാണ് നമ്മളെ കാണുന്നത്. ഈ മരം വളരെ പ്രത്യേകതയുള്ളതാണ്. ഒരു ഗുഹമരമായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ താഴ്വശങ്ങളിൽ ഇത്തരം ഒരു വലിയ ഗുഹ കാണാൻ കഴിയും. ഒരു ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാനുള്ള അത്രയും സ്പേസ് ആ മരത്തിൻ്റെ താഴ്വശങ്ങളിലുണ്ട്. ആകാശം മുട്ടി നിൽക്കുന്ന അത്രയും ഉയരത്തിലുള്ള വലിയൊരു മരം തന്നെയാണിത്. ഇവിടെ ഓരോ മരത്തിലും അതിൻ്റെ മേൽവിലാസവും ഫാമിലി നെയിമും ഭംഗിയായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇതാണ് മൊട്ടൽ മരം. ഇത് കണിക്കൊന്നയാണ്. രാജഭരണകാലത്ത് കൊട്ടാരങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു പ്രത്യേകതരം കണിക്കൊന്നയാണിത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ കണിക്കൊന്നയിൽ മഞ്ഞ പൂക്കൾ വിരിയും. അപ്പോൾ നമുക്ക് പടക്കം പൊട്ടിച്ച് വിഷു ആഘോഷിക്കാം. ഇതാണ് ഇതാണ് താന്നി മരം. മറ്റു മരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി താഴിൽ നിന്നും മുകളിലോട്ടേക്ക് വളരുന്നതാണ് താന്നി മരം. വളരെ വലുതാണ്. അതുപോലെ സിന്ദൂരമരം. ഇതിൽ നിന്നാണ് സിന്ദൂരം ഉണ്ടാക്കുന്നത്. അതുപോലെ മറ്റൊരു മരം താന്നി. വളരെ വളരുന്ന ഒരു മരമായതുകൊണ്ട് താന്നി എന്നാണ് ഈ മരത്തിന് അറിയപ്പെടുന്നത്.
ഇതൊരു പേരില്ലാത്ത മരമാണ്. ഇതിന്റെ പ്രത്യേകത ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു പേരില്ല. ഇതാണ് കാട്ടുജാതി. ഒരു കാട്ടുജാതി മരം ഇത്. മൂങ്ങയല്ല, വേങ്ങ. മരങ്ങളുടെ കാഴ്ചകൾക്ക് ശേഷം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. തുഷാരഗിരി 3 വാട്ടർഫാളുകളാണ് വരുന്നത്. അതിൽ മൺസൂൺ കാലമായതുകൊണ്ട് 2 വെള്ളച്ചാട്ടങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ തുഷാരഗിരിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.